വേനൽ ചൂടിൽ ഉരുകുന്ന അമേരിക്കൻ നഗരങ്ങൾ ഇപ്പോൾ കടുത്തൊരു പ്രതിസന്ധി നേരിടുകയാണ്. എവിടെയും കുന്നുകൂടിയ മാലിന്യം. തെരുവുകളിലും വഴിയോരങ്ങളിലും മാലിന്യ സഞ്ചികൾ കൂമ്പാരമായി കിടന്ന് ദുർഗന്ധം വമിക്കുകയും വിഷപ്പുക പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ വേനൽക്കാലത്ത് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഈ ദുരന്തത്തിന് കാരണം രാജ്യത്തുടനീളം വലിയ തോതിൽ മാലിന്യ സംസ്കരണ കരാറുകളുള്ള പ്രമുഖ സ്വകാര്യ കമ്പനിയായ റിപ്പബ്ലിക് സർവീസിലെ ജീവനക്കാർ ആരംഭിച്ച പണിമുടക്കാണ്. ഏകദേശം 3 ആഴ്ച മുമ്പ് ആരംഭിച്ച ഈ പണിമുടക്ക് മാലിന്യം ശേഖരിക്കാൻ ജീവനക്കാർ വിസമ്മതിച്ചതോടെ അമേരിക്കൻ നഗരങ്ങളെ മാലിന്യത്തിൽ മുക്കി. റിപ്പബ്ലിക് സർവീസിലെ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ടീംസ്റ്റേഴ്സ് യൂണിയൻ ഉയർത്തുന്ന പ്രധാന ആവശ്യം തങ്ങൾക്ക് മറ്റ് ശുചീകരണ തൊഴിലാളികളെക്കാൾ വളരെ കുറഞ്ഞ വേതനവും മോശമായ ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നതെന്നാണ്. നിലവിലെ ജീവിത ചെലവ് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ലഭിക്കുന്ന വേതനം കൊണ്ട് കുടുംബം പുലർത്താനോ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനോ സാധിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നുമുണ്ട്. ജീവിത ചെലവ് വളരെ കൂടുതലാണെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്ന തുക കൊണ്ട് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഒരു തൊഴിലാളി തന്നെ തുറന്നു പറഞ്ഞു. ദിവസേനയുള്ള ജീവിത ചെലവുകൾ താങ്ങാനാകാത്ത സ്ഥിതിയാണെന്നും അതുകൊണ്ട് സമരത്തിന് നിർബന്ധിതരായതെന്നും തൊഴിലാളികൾ തുറന്നു പറയുകയുണ്ടായി. എന്നാൽ യൂണിയൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും തങ്ങളുടെ സാമ്പത്തിക നിലപാടിന് അനുസൃതമല്ലാത്ത ആവശ്യങ്ങളാണ് യൂണിയൻ മുന്നോട്ട് വെക്കുന്നതെന്നും കമ്പനി പ്രതികരിക്കുകയും ചെയ്തു. ബന്ധങ്ങൾ വഷളായതിനാൽ മാലിന്യവും അതേ അവസ്ഥയിലാണെന്ന് കമ്പനി പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ഇത് ഇരുവിഭാഗവും തമ്മിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ ഫലം കാണാത്തതിനാലും പ്രശ്നം കൂടുതൽ വഷളാകുന്നതിന്റെയും സൂചനകളാണ് നൽകുന്നത്. ഗ്രേറ്റർ ബോസ്റ്റൺ പ്രദേശത്തെ 14 കമ്മ്യൂണിറ്റികൾക്ക് സേവനം നൽകുന്ന ലോക്കൽ 25 ജൂലൈ 1 ആരംഭിച്ച പണിമുടക്ക് ഇപ്പോൾ അമേരിക്കയിലെ മറ്റ് നിരവധി നഗരങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കുകയാണ്. കാലിഫോർണിയയിലെ മാറ്റേക്ക, ഇല്ലിനോയിസിലെ ഓട്ടോവ, ജോർജിയയിലെ കമ്മിങ്, വാഷിംഗ്ടണിലെ ലെസി എന്നിവിടങ്ങളിലെല്ലാം ടീംസ്റ്റേഴ്സ് യൂണിയനിലെ കൂടുതൽ ജീവനക്കാർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജോലി നിർത്തിവെച്ചു. ഇത് പ്രാദേശിക സമരത്തിൽ നിന്ന് ഒരു ദേശീയ പ്രശ്നമായി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. രാജ്യത്തുടനീളമുള്ള 2000-ലധികം മാലിന്യ ശേഖരണക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനാൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ ഇത് നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. വീടുകളിലും വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ മാലിന്യം കുന്നുകൂടുകയും നഗരം വൃത്തിഹീനമാവുകയും ചെയ്തു. റിപ്പബ്ലിക്കും യൂണിയനും ചില പ്രാദേശിക തർക്കങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ധാരാളം തൊഴിലാളികൾ ജോലിക്ക് ഹാജരാവാത്ത സാഹചര്യമാണ്. ഇത് പണിമുടക്ക് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്നതിന്റെയും മറ്റ് പ്രദേശങ്ങളിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെയും സൂചനയാണ് നൽകുന്നത്. ബോസ്റ്റണിന്റെ വടക്ക് കടൽ തീരമായ നഗരത്തിലും മാലിന്യ കൂമ്പാരങ്ങൾ പൊതുജനങ്ങളുടെ മാനസിക നിലയെ സാരമായി ബാധിക്കുന്നുണ്ട്. സാധാരണയായി കടലിലെ ഉപ്പുവെള്ളത്തിന്റെ നേരിയ ഗന്ധം അനുഭവപ്പെടുന്ന ഈ നഗരത്തിൽ ഇപ്പോൾ ചീഞ്ഞഴുകിയ മാലിന്യത്തിന്റെ ദുർഗന്ധം കാരണം ഉപ്പുവെള്ളത്തിന്റെ ഗന്ധം പോലും അപ്രതീക്ഷിതമായിരിക്കുകയാണ്. മാലിന്യത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കടൽ കാക്കകളും മാലിന്യം വലിച്ചിഴച്ചു പോകുന്ന തെരുവ് നായ്ക്കളും ഈ ദുരവസ്ഥയുടെ നേർചിത്രമാണ്. മാലിന്യം കുന്നുകൂടുന്നത് പൊതുജനാരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഉയർന്ന താപനിലയിൽ മാലിന്യം വേഗത്തിൽ അഴുകുകയും രോഗാണുക്കൾ പെരുകുകയും ചെയ്യുന്നു. ഇത് ഡെങ്കിപ്പനി, ടൈഫോയിഡ്, കോളറ തുടങ്ങിയ പകർച്ചവ്യാധികൾ പടരാൻ കാരണമാകും. കൂടാതെ ദുർഗന്ധവും വൃത്തിയില്ലായ്മയും പ്രദേശവാസികളുടെ മാനസിക ആരോഗ്യത്തെയും ദൈനംദിന ജീവിതത്തെയും സാരമായി തന്നെ ബാധിക്കും. വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ പലയിടത്തുമുണ്ട്. കുട്ടികളും പ്രായമായവരും ശ്വാസം മുട്ടൽ, അലർജി പോലുള്ള പ്രശ്നങ്ങൾ കാരണം കഷ്ടപ്പെടുകയാണ്. തൊഴിലാളി യൂണിയനുകളും കമ്പനികളും തമ്മിലുള്ള ഈ തർക്കം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ അമേരിക്കൻ നഗരങ്ങളിലെ മാലിന്യ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനും ജനജീവിതം സ്തംഭിപ്പിക്കാനുമുള്ള സാധ്യതയാണ് ഉള്ളത്. ഇതിന് അടിയന്തരമായൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ഭരണകൂടത്തിന്റെയും അധികാരികളുടെയും അടിയന്തര ഉത്തരവാദിത്തമാണ്. ഒരു രാജ്യത്തിന്റെ ശുചിത്വവും ആരോഗ്യവും ഉറപ്പാക്കേണ്ടത് അടിസ്ഥാനപരമായ കാര്യവുമാണ്.